സർ, ഒരു വാർത്ത വളരെ ചർച്ചാ വിഷയമാകുന്നുണ്ട്. അതായത് റഷ്യ ഇന്ത്യയെ ചതിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ചതിച്ചോ? ചതിച്ചു എന്നാണ് ആ വാർത്ത. എന്ത് വാർത്ത? അതായത് പാകിസ്ഥാന് റഷ്യ ഒരു എഞ്ചിൻ നൽകാൻ പോകുന്നു, അപ്പോൾ അത് ഇന്ത്യയെ ചതിക്കുന്നതിന് തുല്യമാണ്. ഒരു ജെറ്റ് വിമാന എഞ്ചിൻ. അതാണ് സംഭവം. ജയറാം രമേശിന്റെ സ്റ്റേറ്റ്മെന്റ്. കോൺഗ്രസ് മോദി സമാധാനം പറയണമെന്ന് പറഞ്ഞത്. അതായത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഇവരുടെ ചൈനയുടെ ആയുധങ്ങളാണ് ഉപയോഗിച്ചത്. ഒന്ന് JF-17 എന്ന് പറയുന്ന അവരുടെ ആധുനിക യുദ്ധവിമാനം, പിന്നെ PL-15 മിസൈലുകളൊക്കെ ഉപയോഗിച്ചു. നമ്മളിത് രണ്ടും ഇൻ്റർസെപ്റ്റ് ചെയ്തു, നമ്മൾ അടിച്ച് തകർത്തു. അപ്പോൾ ഈ JF-17 എന്ന് പറയുന്ന വിമാനത്തിന് റഷ്യയുടെ എൻജിൻ വേണം. അത് പാകിസ്ഥാൻ ചോദിച്ചു. ചൈന ഉടനെ റഷ്യയോട് പറഞ്ഞു, പുടിനെ അത് കൊടുക്കണം എന്ന് ഷീ പറഞ്ഞു. ഉടനെ തന്നേക്കാമെന്ന് റഷ്യ സമ്മതിച്ചു. അപ്പോൾ പിന്നെ മോദി മറുപടി പറയണ്ടേ? കാരണം റഷ്യയായിട്ട് വലിയ സൗഹൃദത്തിലാണ് ഇന്ത്യ ഇരിക്കുന്നത്, ഞങ്ങൾ സുഹൃത്തുക്കളാണ്, വളരെ അടുത്ത ആളുകളാണ് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഇപ്പുറത്തൂടെ പിൻവാതിലിലൂടെ പാകിസ്ഥാന് അവരുടെ JF-17 വിമാനത്തിന് കരുത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് റഷ്യ അവരുടെ എക്സ്ക്ലൂസീവായിട്ടുള്ള വിമാന എൻജിൻ കൊടുക്കുന്നു. ഇതാണ് വാർത്ത, അല്ലേ? ഈ വാർത്ത വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ ലോകത്ത് വിമാന എൻജിൻ നിർമ്മിക്കാൻ ശേഷിയുള്ള അപൂർവം ചില രാജ്യങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ തേജസ്സിന് പോലും അമേരിക്കയാണ് എൻജിൻ തരേണ്ടത്. അപ്പം എൻജിൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാങ്കേതിക മികവൊന്നും നമ്മൾ കൈവരിച്ചിട്ടില്ല, നമ്മൾ അതിലേക്ക് ആയി വരുന്നതേ ഉള്ളൂ. ഏതായാലും ഈ എൻജിൻ ഒരു പൊളിറ്റിക്കൽ വിവാദമായി കത്തിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു, പക്ഷേ ചീറ്റിപ്പോയി. റഷ്യ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞ്, എപ്പോൾ പറഞ്ഞ്, എന്തിനു പറഞ്ഞ്? എന്നിട്ട് മാത്രമല്ല, റഷ്യ ഇപ്പോൾ പറയുന്നത് ഈ ഡിസംബറിലേ ഞങ്ങളുടെ പുടിൻ ഇന്ത്യയിലേക്ക് വരാൻ പോവുക, ഇന്ത്യ റഷ്യ സമ്മിറ്റ് നടക്കാൻ പോവുക. ഈ സമ്മിറ്റിൽ ഞങ്ങൾ ഭാവി കാര്യങ്ങൾ ആലോചിക്കാൻ പോവുക. മാത്രമല്ല, ഇപ്പോൾ Su-57 സുഖോയ് 57 വിമാനങ്ങൾ 2 സ്ക്വാഡ്രൺ നമ്മളിപ്പോൾ ഉടനെ വാങ്ങും എന്നാണ് കേൾക്കുന്നത്. F-35 നമുക്ക് തരാമെന്ന് ട്രംപ് പറഞ്ഞെങ്കിലും ഇവൻ പോകുന്ന വഴിക്കൊക്കെ ഇറങ്ങിയ പിന്നെ പൊങ്ങാത്ത വിമാനം ആയതുകൊണ്ട് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ F-35 ഒക്കെ തന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്തറിയോ? F-15 പാകിസ്ഥാൻ വന്നപ്പോഴാണ് നമ്മൾ മിഗ് കൊണ്ട് അടിച്ചിട്ടത്. ഓർക്ക് സർജിക്കൽ സ്ട്രൈക്ക് ബലാക്കോട്ടിൻ്റെ സമയത്ത്. അപ്പോൾ തന്നെ അമേരിക്ക കണ്ണുരുട്ടി. ആര് പറഞ്ഞടാ ഇന്ത്യക്ക് നേരെ ഞങ്ങളുടെ വിമാനം പറപ്പിക്കാൻ? അത് ചേട്ടാ, ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതല്ലേ. നീ കാശ് കൊടുത്തൊക്കെ മേടിച്ചതായിരിക്കും, പക്ഷേ അത് എവിടെ എപ്പോൾ ആർക്കെതിരെ പറപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇതാണ് അമേരിക്ക പറയുന്നത്. നമ്മൾ അമേരിക്കയുടെ നിന്ന് F-35 മേടിച്ചാലും ചിലപ്പോൾ നമ്മൾ ഒരു യുദ്ധം ഉണ്ടായാൽ അത് നിങ്ങൾ പാകിസ്ഥാനെതിരെ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സാധനം എന്തിനുള്ള അമേരിക്കയുടെ ആയുധങ്ങൾ വാങ്ങിയാൽ അത് എപ്പോൾ ആർക്കെതിരെ ഉപയോഗിക്കണം എന്ന് കരാറിലുണ്ട്. അമേരിക്ക പറയുന്നിടത്തേ ഉപയോഗിക്കാവുള്ളൂ, അമേരിക്ക പറയുന്നിടത്ത് ഉപയോഗിക്കാൻ പാടില്ല. ഇനി അതുമാത്രമല്ല, പാകിസ്ഥാനെ അഴിച്ചുവെന്ന് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ വിമാനം പറപ്പിച്ചിട്ട് പോകുമ്പോൾ അമേരിക്ക അവിടെ നിന്ന് ഒരു കിൽ സ്വിച്ച് ഉണ്ട്, അത് ഓഫ് ചെയ്യാം. എന്നാലോചിച്ച് നോക്കിയേ, നമ്മൾ പണം കൊടുത്ത് അമേരിക്കയുടെ നിന്ന് വിമാനം വാങ്ങുന്നു, പക്ഷേ അതിൻ്റെ ഒരു റിമോട്ട് കൺട്രോള് കാശ് കൊടുത്ത് നമ്മൾക്ക് മേടിച്ചാലും അമേരിക്കയ്ക്കുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയിട്ട് എന്താ കാര്യം? അതിനാണ് സോഴ്സ് കീ ഇല്ല നമുക്ക് വേണം എന്ന് പറയുന്നത്. പിന്നെ ടെക്നോളജി നമുക്ക് വേണമെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ റഫേൽ വിമാനങ്ങളുടെ കാര്യം പറയുന്നു. നമ്മളിപ്പോൾ കോൺഗ്രസ് പറഞ്ഞ എന്താ, സുപ്രീം കോടതി വരെ പോയി മോദി കള്ളനാണെന്ന് പറഞ്ഞിട്ട്. അന്ന് നിങ്ങൾ വാങ്ങിയതിനേക്കാളും കൂടിയ വിലയ്ക്ക് അതിനേക്കാളും എണ്ണം കുറവ് വിമാനങ്ങൾ വാങ്ങിച്ചിരിക്കുന്നു ഞങ്ങൾ മേടിക്കാൻ തീരുമാനിച്ച സമയത്ത് എന്നാണല്ലോ കോൺഗ്രസ് പറഞ്ഞത്. ശരിയാണ്, അവർ വാങ്ങിയതിനേക്കാൾ കൂടിയ വിലയുണ്ട്. നിങ്ങൾ വാങ്ങിയതിനേക്കാളും കുറഞ്ഞ വിമാനങ്ങളെ ആ കൂടിയ വിലയ്ക്ക് കിട്ടിയുള്ളൂ. ഉടനെ ഇവിടെ ചില ആളുകൾ പറഞ്ഞു അത് ഫുൾ ഓപ്ഷനാണ്, അതിന് വൈപ്പർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. ഈ കഴിഞ്ഞ ദിവസവും ഈ അടുപ്പ് കൂട്ടി ചർച്ചയിൽ അജിംസ് പറയുന്നത് കേട്ട്, നമ്മൾ വാങ്ങിച്ച റഫേലിന് ഫുൾ ഓപ്ഷനാണ്, അതിന് വൈപ്പർ ഉണ്ടെന്ന്. ഇയാൾക്കൊക്കെ അറിഞ്ഞുകൂടായിരിക്കൊന്നുമില്ല, കൃത്യമായിട്ട് കാര്യം അറിയാം. പക്ഷേ ഇങ്ങനെ വ്യാജ പ്രചാരണം ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ വാങ്ങിയത് എങ്ങനെയാണ്? അതിൻ്റെ സോഴ്സ് കോഡ് ഉൾപ്പെടെയാണ്. ഇപ്പോൾ 114 റഫേൽ നമ്മൾ വാങ്ങാൻ പോവാം അഡീഷണലായിട്ട്, മിഗ് റിട്ടയർ ചെയ്തതിന് പകരം. അതിൽ പകുതി നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോവാം. അതായത് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് റാഫേൽ വാങ്ങിയത് ടെക്നോളജി ഇല്ലാതെ, സോഴ്സ് കീ ഇല്ലാതെയാണ്. അവിടുന്ന് മേടിക്കുന്നു, ഇവിടെ ഉപയോഗിക്കുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ വാങ്ങിയതോ അത് നമ്മൾ ഇങ്ങോട്ട് വാങ്ങിയിട്ട് നമ്മളത് ഇവിടെ ഉണ്ടാക്കും. അതിൻ്റെ സാങ്കേതിക വിദ്യ ഉൾപ്പെടെയാണ് നമ്മൾ വാങ്ങുന്നത്. ഇതാണ് വ്യത്യാസം. അപ്പോൾ അതിന് കാശ് കൂടും. എക്സ്ക്ലൂസീവായിട്ട് പ്രജിതയുടെ കയ്യിലിരിക്കുന്ന പേന ഞാനിങ്ങ് വാങ്ങി, ശരി 50 രൂപ. അതേസമയം പ്രജിത ആ പേന ഉണ്ടാക്കുന്ന ഒരു ടെക്നോളജി കൂടെ എനിക്ക് തരിക. എന്ന് വെച്ചാൽ പിന്നെ എനിക്ക് മേടിക്കണ്ട, എനിക്കുണ്ടാക്കാം. അപ്പോൾ പ്രജിത പറയും അങ്ങനെയാണെങ്കിൽ അതിന് 100 രൂപ തരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാ ലാഭം?
100 രൂപയ്ക്ക് നോക്കുമ്പോൾ ഒരു സിംഗിൾ പീസിന് 50 രൂപ കൂടുതലാണ്. പക്ഷേ ഇൻ ഫ്യൂച്ചർ നമുക്ക് കൂടുതൽ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ആ ടെക്നോളജിയുടെ വാങ്ങുന്നതല്ലേ ലാഭം. അതുകൊണ്ടാണ് 114 റഫേൽ വിമാനങ്ങൾ ഇപ്പോൾ വാങ്ങുന്നതിൽ പകുതിയെങ്കിലും ഇന്ത്യയിൽ ഉണ്ടാക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതൊന്നും ഈ അടുപ്പ് കൂട്ടി ചർച്ചക്കാരോ കോൺഗ്രസ്സുകാരോ കാണത്തില്ല. അവരിങ്ങനെ വീണ്ടും റാഫേലിന് വില കൂടുതലാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ റഷ്യ ഇപ്പോൾ പറയുന്നത് ഈ JF-17 എന്ന് പറയുന്ന വിമാനം ചൈനയുടെയാണ്. ചൈനയും പാകിസ്ഥാനും കൂടെ ചേർന്ന് കൊളാബറേഷനിൽ ഇത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ചൈനയ്ക്ക് ഞങ്ങൾ ഈ പറയുന്ന RD-93MA എന്ന് പറയുന്ന എൻജിൻ, റഷ്യൻ എൻജിൻ കൊടുക്കുന്നത്. അപ്പോൾ JF-17 എന്ന് പറഞ്ഞ വിമാനമൊക്കെ ചട്ടക്കൂട് ബോഡിയൊക്കെ ആരുടെയാണ്? ചൈനയുടെ. അതിൻ്റെ ഹൃദയം ആരുടെയാണ്? റഷ്യയുടെയാണ്. അപ്പോൾ റഷ്യയുടെ കിൽനോ RD-33 എന്ന് പറയുന്ന ഒറ്റ സീറ്റ് എൻജിൻ്റെ വേറൊരു വേരിയൻ്റാണ് ഈ RD-93MA എന്ന് പറയുന്നത്. അത് ഞങ്ങൾ പാകിസ്ഥാന് കൊടുക്കുന്നില്ല. ഞങ്ങളുടെ വിമാനങ്ങളിൽ എക്സ്ക്ലൂസീവായി ഉണ്ടാക്കുന്നത് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല, കൊടുക്കത്തുമില്ല എന്ന് വളരെ അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്തെങ്കിലും കേട്ടു എന്ന് പറഞ്ഞ് ചാടുകയാണ്. ഓൾറെഡി JF-17 പാകിസ്ഥാനിൽ നിർമ്മിക്കുന്നുണ്ട് ചൈനയായിട്ട്. നമ്മളിപ്പോൾ റഫാലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ചൈന വഴി കൊടുക്കുന്ന മെഷീനുണ്ട്. അതല്ലാതെ പാകിസ്ഥാന് നേരിട്ട് കൊടുക്കാമെന്ന് റഷ്യ ആലോചിച്ചിട്ടുമില്ല, തീരുമാനിച്ചിട്ടുമില്ല. കൊടുക്കുന്നത് അത് ഒരു സ്പെഷ്യൽ വേരിയൻ്റ് ആയിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ ഒരു F-35 നമ്മൾ വാങ്ങിച്ചെന്നിരിക്കട്ടെ അമേരിക്കയുടെ നിന്ന്. അമേരിക്ക നമുക്ക് തരുന്നത് ഈ കാറ്റഗറിപ്പെട്ടതായിരിക്കും, എക്സ്പോർട്ട് ചെയ്യുന്ന കാറ്റഗറി ആയിരിക്കും. അതായത് അമേരിക്ക ഉപയോഗിക്കുന്ന F-35 വേറെ, അവർ വിൽക്കുന്നത് വേറെ. അപ്പോൾ എങ്ങനെ വന്നാലും മറ്റേതിനേക്കാളും ഒരു ഗ്രേഡെങ്കിലും താഴ്ന്നതായിരിക്കും ഈ വിൽക്കുന്ന സാധനം. അപ്പോൾ ചൈനയ്ക്ക് ഇപ്പോൾ റഷ്യ കൊടുക്കുന്നത് ഒരു പ്രത്യേക സാധനം. ഇനി ചൈന പോയി പാകിസ്ഥാനിൽ ഉണ്ടാക്കുന്നതിന് റഷ്യ കൊടുക്കുന്ന അതിനേക്കാളും ഒരു ഇൻഫീരിയർ ക്വാളിറ്റിയുള്ള ഒരു സാധനമായിരിക്കും. ഒരേ സാധനമല്ല, റഷ്യ ഉപയോഗിക്കുന്ന അതേ സാധനങ്ങൾ തരാറില്ല. പക്ഷേ നമുക്ക് നോക്കൂ, നമ്മുടെ അവസ്ഥ നോക്കുന്നത്, നമ്മൾ F-400 മേടിച്ചു, S-400 നമ്മുടെ സുദർശൻ ചക്ര എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സന്നാഹത്തിൻ്റെ ഭാഗമായിട്ട് 3 യൂണിറ്റ് കൂടെ കിട്ടാനുണ്ട്. അത് റഷ്യ ഉപയോഗിക്കുന്ന സെയിം സാധനമാണ് നമുക്ക് തന്നത്. റഷ്യ അവിടെ ഉക്രൈൻ വാറിൽ അല്ലെങ്കിൽ റഷ്യൻ അതിർത്തികളിൽ വെച്ചിട്ടുള്ളത് എന്താണോ അത് തന്നെയാണ് ഇന്ത്യക്ക്. അതിൻ്റെ ഈ കാറ്റഗറി അല്ല തന്നത്. അതേസമയം തുർക്കി കൊടുത്തിട്ടുണ്ട്. തുർക്കി കൊടുത്തിട്ടുള്ളത് എക്സ്പോർട്ട് കാറ്റഗറിയാണ്. എന്ന് പറഞ്ഞാൽ റഷ്യ ഉപയോഗിക്കുന്ന സെയിം അല്ല. ഇനിയിപ്പോൾ നമുക്ക് സുഖോയ് 57 തരുന്നത് റഷ്യ ഉപയോഗിക്കുന്ന സെയിം സാധനവും അത് ഇന്ത്യയിൽ ഉണ്ടാക്കാവുന്ന തരത്തിലാണ്. ഇപ്പോൾ മിഗ് നമ്മൾ ഉപയോഗിച്ചിരുന്നില്ലേ? ഇത്രയും കാലം ഉണ്ടായിരുന്ന 850ഓളം മിഗ് വിമാനങ്ങൾ നമ്മളിവിടെ നിർമ്മിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്, റഷ്യയുടെയാണ്. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ നിർമ്മിക്കുകയായിരുന്നു. അപ്പോൾ സുഖോയ് 57ൻ്റെ ഒരു കരാറ് നമ്മൾ ആലോചിക്കുന്നത് നമുക്ക് റഷ്യയുടെ ഈ വിമാനം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ടെക്നോളജി ഉൾപ്പെടെ വാങ്ങാൻ പോവാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ S-400 കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത വർഷമായിട്ട് F-500 ഇപ്പോൾ റഷ്യയുടെ കയ്യിലുണ്ട്. അത് നമ്മൾ വാങ്ങാൻ പോവുകയാണ്. നമുക്ക് തരാമെന്ന് പുടിൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഇന്ത്യയിലേക്ക് ഡിസംബറിൽ പുടിൻ വരുമ്പോൾ 2 പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളും കരാറുകളും ഉണ്ടാകുമെന്നാണ് കേൾക്കുന്നത്. ഒന്ന് S-500, അതിനു മുമ്പ് നമ്മുടെ 3 യൂണിറ്റ് S-400 പെൻഡിങ് ഉള്ളത് നമുക്ക് കിട്ടും. അതുകൂടാതെ F-500 നമുക്ക് തരും. അതിനുള്ള കരാറും സുഖോയ് വിമാനങ്ങളുടെ കരാറും ഡിസംബർ മാസത്തിൽ, ഒരു ഒറ്റ മാസം കൂടെ കഴിഞ്ഞാൽ അല്ലേ, ഒക്ടോബറായി നവംബർ, ഡിസംബറിൽ പുടിൻ വരുമ്പോഴത്തേക്ക് ആ കരാറുകൾ യാഥാർത്ഥ്യമാകുമെന്നാണ് അറിവ്. അതോടൊപ്പം തന്നെ ഒരു വമ്പൻ ഇടപാട് കൂടെ സാധ്യമാകും എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ അധികാരത്തിൻ്റെ ഇടനാടുകളിൽ ഡൽഹിയിൽ കേൾക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ലോകത്ത് യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കുന്ന 2 രാജ്യങ്ങളേ ഉള്ളൂ. ഒന്ന് അമേരിക്കയുടെ ബോയിങ്, ലോകപ്രസിദ്ധമായ വിമാനം. പിന്നെ എയർബസ് ഫ്രാൻസ് ഉണ്ടാക്കുന്നതാണ്. ഈ 2 യാത്രാ വിമാനങ്ങളാണ് പൊതുവിൽ ഉപയോഗിക്കുന്നത്. പിന്നെ റഷ്യയുടേതായ ചില സ്വന്തം യാത്രാ വിമാനങ്ങളുണ്ട്. അത് റഷ്യ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. വേറെ രാജ്യങ്ങളൊന്നും വലിയ പോപ്പുലർ. റഷ്യയുമായി സഖ്യത്തിലുള്ള പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന ചില രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന റഷ്യൻ നിർമ്മിത യാത്രാ വിമാനമാണ്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ ഇന്ത്യ പല രംഗത്തും, വ്യോമയാന രംഗത്ത് നമ്മൾ തേജസ് വിമാനം നമ്മൾ വിൽക്കാനുള്ള കരാറുണ്ട്, നമ്മൾ ബ്രഹ്മോസ് വിൽക്കുന്നു, നമ്മൾ ആകാശ് വിൽക്കുന്നു. ഇങ്ങനെ നമ്മൾ ആയുധ വ്യാപാര രംഗത്ത് ഒരു പ്രധാനപ്പെട്ട പ്ലെയറായി ഇന്ത്യ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു താല്പര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ വ്യോമയാന ഇൻഡസ്ട്രി വലിയ തോതിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ബോയിങ് വിമാനങ്ങൾ, ഏതാണ്ട് 500ഓളം വിമാനങ്ങൾ വാങ്ങാനാണ് ടാറ്റ ആലോചിക്കുന്നത്. ഏറ്റവും വലിയൊരു കരാർ. അപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യക്ക് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ
വ്യോമയാന വ്യവസായത്തിന് ഗുണകരമാകുന്ന തരത്തിൽ യാത്രാ വിമാനങ്ങൾ എന്തുകൊണ്ട് നിർമ്മിച്ചുകൂടാ? റഷ്യയും ഫ്രാൻസും എക്സ്ക്ലൂസീവായി വെച്ചിരിക്കുന്ന മേഖലയിലേക്ക് എന്തുകൊണ്ട് ഇന്ത്യ കടന്നുകൂടാ എന്നൊരു ആലോചന സർക്കാരിൻ്റെ ഭാഗത്തുണ്ട്. റഷ്യയുമായി ചേർന്ന് ഇന്ത്യ അടുത്ത ഒരു 5 വർഷത്തിനുള്ളിൽ ഒരുപക്ഷെ യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കുന്ന തരത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കരാറും ഒരുപക്ഷെ ഡൽഹിയിൽ പുടിൻ എത്തുമ്പോഴത്തേക്ക് സാധ്യമാകുമെന്നാണ് കേൾക്കുന്നത്. ഏതായാലും ജയറാം രമേശ് കോൺഗ്രസ് വെച്ച വെടി ചീറ്റിപ്പോയി. റഷ്യ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ കൊടുക്കുന്ന പ്രശ്നമേയില്ല, പാകിസ്ഥാന് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ പകരം നമുക്ക് പുടിൻ വരുമ്പോഴത്തേക്കും നമുക്ക് S-500, Su-57 പ്ലസ് ഈ പറഞ്ഞ പോലെ യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള സാങ്കേതികവിദ്യ നമുക്ക് കൈകാര്യം ചെയ്ത് ഇന്ത്യയും റഷ്യയും ചേർന്ന് യാത്രാ വിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന ഒരു കാലത്തിലേക്കാണ് ഒരു വാതിൽ തുറക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.